കേന്ദ്രത്തിന് കേരളത്തോടുള്ള തെറ്റായ സമീപനം വീണ്ടും തുടരുകയാണ്. മുൻപും പലതരത്തിൽ കേന്ദ്രം കേരളത്തെ മാറ്റി നിർത്തുന്ന തരത്തിലുള്ള സമീപനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിലായി ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ യാത്ര തടഞ്ഞിരിക്കുകയാണ് കേന്ദ്രം. കുവൈറ്റിലെ ദുരന്തത്തെ തുടർന്ന് 24 മലയാളികളാണ് മരണപ്പെട്ടത്. ഇന്നലെ രാത്രി 9:40 വിമാനത്തിൽ നെടുമ്പാശ്ശേരിയിൽ നിന്നും പുറപ്പെടാൻ ഇരിക്കവെയാണ് സംഭവം. വിമാനത്താവളത്തിലെത്തിയ മന്ത്രിയുടെ യാത്രയ്ക്ക് കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിക്കുകയായിരുന്നു. കേന്ദ്രം പൊളിറ്റിക്കൽ ക്ലിയറൻസ് നൽകാത്തതിനെ തുടർന്നാണ് യാത്ര മുടങ്ങിയത്. മരണപ്പെട്ടവരുടെ മൃതദേഹം തിരിച്ചെത്തിക്കാൻ ഇരിക്കെയാണ് സംഭവം. ഇതിനെ തുടർന്ന് ആരോഗ്യമന്ത്രി രംഗത്ത് വന്നിരിക്കുകയാണ്. കേന്ദ്രത്തിന് കേരളത്തോടുള്ളത് തെറ്റായ സമീപനമാണെന്ന് വീണ ജോർജ് പറഞ്ഞു. ഇത്തരം ഒരു സമീപനം കാണിക്കാൻ പാടില്ലാത്തതാണെന്നും മരണപ്പെട്ടവരുടെ കുടുംബങ്ങളെ ചേർത്ത് പിടിക്കണമെന്നും മന്ത്രി പറഞ്ഞു. കേരള സർക്കാർ ഔദ്യോഗികമായാണ് കുവൈറ്റിലേക്ക് അയക്കാൻ തീരുമാനിച്ചത്. പക്ഷേ കേന്ദ്രം യാത്രാനുമതി നൽകിയില്ല. അവസാന നിമിഷം വരെ പോവാനിരുന്ന ശ്രമം നടത്തി. പക്ഷേ പോകാൻ സാധിച്ചില്ല. എന്നിരുന്നാലും കുടുംബത്തിന്റെ കൂടെ ഒപ്പം തന്നെ ഉണ്ടാകും. കേരളത്തോട് എന്ത് എതിർപ്പുണ്ടെങ്കിലും അത് കാണിക്കേണ്ടത് ഇങ്ങനെയൊരു സാഹചര്യത്തിലല്ല. കാരണം അവിടെ ജീവൻ പൊലിഞ്ഞത് മലയാളിയുടേതാണ്. അവരുടെ കാര്യങ്ങളിൽ ഇടപെടാനുള്ള പൂർണ്ണ ഉത്തരവാദിത്തം ആരോഗ്യമന്ത്രി എന്ന നിലയ്ക്ക് വീണ ജോർജിനുണ്ട്. അവരുടെ കുടുംബത്തിന് സഹായം നൽകുന്നതിനും അവരെ ചേർത്ത് പിടിക്കാനും സർക്കാർ കൂടെ തന്നെ ഉണ്ടാകും. കുവൈറ്റിലെ അപകടത്തിൽപ്പെട്ട് മരിച്ചവരുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുണ്ട്. പരിക്കേറ്റ മലയാളികൾക്ക് 1 ലക്ഷം രൂപ വീതം നൽകുമെന്നും ഇന്നലെ നടന്ന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. പ്രമുഖ വ്യവസായികളായ MA യൂസഫ് അലി 5 ലക്ഷം രൂപ വീതവും രവിപിള്ള 2 ലക്ഷം രൂപ വീതവും നൽകുമെന്നും മുഖ്യമന്ത്രി വിളിച്ചറിയിച്ചിട്ടുണ്ട്. കേന്ദ്രത്തിന്റെ ഇത്തരമൊരു നിലപാട് ഒരിക്കലും ശരിയല്ല. എല്ലാവരും ഒരുമയോടെ നിൽക്കേണ്ട സമയമാണിപ്പോൾ. മരിച്ചവരുടെ കുടുംബത്തിന് ആശ്വാസമായി നിൽക്കേണ്ട സമയത്തും ഇങ്ങനെ പരസ്പരം തമ്മിലടിക്കുകയല്ല വേണ്ടിയിരുന്നത്. അവിടെ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതിന് വിദേശകാര്യമന്ത്രി ഉണ്ടെങ്കിൽ പോലും അവിടെ ചെന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തേണ്ടത് ആരോഗ്യമന്ത്രി എന്ന നിലയിൽ വീണ ജോർജിന്റെ ഉത്തരവാദിത്വമാണ്.